എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 81 ശ്ലോകം 19 മുതൽ 28 വരെ 10 ശ്ലോകങ്ങൾ. ഇങ്ങനെയൊക്കെ ഭഗവാനെ പൂജിച്ചു വെച്ചാലും ഭഗവാൻ ധനം തരാതിരിക്കാനുള്ള കാരണം വിചാരിച്ചിട്ട് സന്തോഷായി സുദാമാവിനത്. ചോദിച്ചില്ല, തന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഭഗവാൻ തരാതിരുന്നതെന്ന് സുദാമാവിന് മനസ്സിലായിട്ട് സന്തോഷിക്കുകയാണ്. സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമവിസിദ്ധീനാം മൂലം തച്ചരണാർച്ചനം എന്ന് വിചാരിക്കുകയാണ്. പുരുഷന്മാർക്ക് സാധ്യങ്ങളായ സകല സമ്പത്തുകൾ ഉണ്ടാകാനും അണിമാദികളായ സിദ്ധികൾ മുഴുവനും ഒരാൾക്ക് ലഭിക്കാനും സ്വർഗലോകാദി പ്രാപ്തിക്കും എന്ന് വേണ്ട സംസാര സങ്കടത്തെ മുഴുവൻ കടന്ന് പരമാനന്ദം പ്രാപിക്കുന്നതായ ആ മോക്ഷ പദവി അനുഭവിക്കാനും ആ ഭഗവാന്റെ പാദസേവ കാരണമായിട്ട് ഭവിക്കണം. ആ പ്രഭുവിന്റെ അനുഗ്രഹം ഇല്ലാത്തവൻ എത്ര തന്നെ പ്രയത്നിച്ചാലും ഫലിക്കില്ല. ആ അനുഗ്രഹമുള്ളവര് എത്ര നിസ്സാരമായ പദാർത്ഥം കൊണ്ട് പൂജിച്ചാലും വിരോധമില്ല. ഭക്തി മാത്രം ഉണ്ടെന്ന് വരികിൽ സകല സിദ്ധികളും ഉണ്ടാവും. ഞാനാകട്ടെ എന്റെ ശക്തിക്ക് അനുസരിച്ച വിധം ആ പൃഥുക ഭക്തിപൂർവം കൊടുത്ത് ആദരിച്ചുല്ലോ. അതാണ് വിചാരിക്കണത്. അത്ര ചെറിയ ഇതുകൊണ്ട് തന്നെ ഭഗവാൻ എന്നിൽ പ്രസാദിച്ചുല്ലോ എന്ന്. അതാ സുദാമാവ് പറഞ്ഞതിന്റെ സാരം. പിന്നെതാ എങ്ങനെയൊക്കെ പൂജിച്ചാലും ധനം തരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അത് മനസ്സിലായി സുദാമാവിന്. എന്നിട്ട് പറയാ വിചാരിക്കാണ്, അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈർന മാം സ്മരേൽ ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിനാദതാൽ. ധനഹീനനായ ഇവന് ധനം സിദ്ധിച്ചാൽ വിഷയസുഖാനുഭവത്താൽ അധികം മതിച്ച് എന്നെ സ്മരിക്കാതിരിക്കും എന്ന ആ കരുണാപൂർവകമായ വിചാരം കൊണ്ട് മാത്രമാണ് ഭഗവാൻ എനിക്ക് അല്പവും ധനം തരാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്നത് കുചേലൻ വിചാരിക്കണം. അങ്ങനെ അദ്ദേഹം ഓരോരോ ചിന്തകളായിട്ട് ഗൃഹത്തിലേക്ക് നടന്നിങ്ങനെ പോവാണ് ആ മധുര സ്മരണകളുമായിട്ട്. ഇതി സഞ്ചിന്തയൻ അന്തഃപ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംകാശേ വിമാനേ സർവതോ വൃതം. ഭഗവാൻ ധനം നൽകാതിരുന്നതും അത് കരുണയുടെ ആധിക്യം കൊണ്ട് അത്രാണ് എന്നുള്ള സംഗതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്റെ അങ്ങനെ നടന്ന് ഇതാ ഒരു കൊട്ടാരത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് എത്തി. അപ്പൊ എന്താണ് നോക്കുമ്പോ തന്റെ ഭവനം ഒരു സ്ഥലത്ത് വലിയൊരു കൊട്ടാരം. ഇതെങ്ങനെയാ അത്? സൂര്യ ചന്ദ്ര വന്യ സദൃശങ്ങളായ പ്രഭാജാലങ്ങൾ പ്രസരിക്കുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ, അനേകം നിലകളുള്ള കൊട്ടാരങ്ങളാണ്. 4 ഭാഗത്തും ഇങ്ങനെ അലങ്കരിക്കപ്പെട്ട് കാണുന്നു. ഇതെന്താണിത്? ഞാൻ വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിയോ എന്ന് സംശയായി കുചേലന്. വിചിത്രോപവനോദ്യാനേ കൂജൽ ദ്വിജകുലാകുലൈ പ്രോത്ഫുല്ല കുമുദാംഭോജ കൽഹാരോൽപലവാരിഭി. ഈ ഉയർന്ന കൊട്ടാരങ്ങളുടെ ചുറ്റും പലതരം പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും അങ്ങനെ നിറച്ച് പൂവിട്ടും ഫലിച്ചും നിൽക്കുന്നതായിട്ടും കണ്ടു. അപ്പോ ആ പൂക്കളുടെ ചുറ്റും മകരന്തം നുകർന്ന് പൂമ്പൊടി നുകർന്നുകൊണ്ട് മതിച്ച് ശബ്ദിച്ചു പറക്കുന്ന പക്ഷി സംഘങ്ങള് ഒക്കെ ആ പൂന്തോട്ടങ്ങളിലുണ്ട്. നല്ല പക്ഷികളുടെ കളകള ശബ്ദം കേൾക്കണു. പിന്നെയോ ആ തോട്ടങ്ങളുടെ മധ്യത്തില് നല്ല ഒന്നാന്തരം തടാകം. ആ തടാകത്തില് ആമ്പല്, താമര, കൽഹാരം, നീലത്താമര ഇതൊക്കെ ഇങ്ങനെ പുഷ്പിച്ചു ഇങ്ങനെ നിൽക്കണു. ജുഷ്ടം സ്വലങ്കൃതൈ പുംഭി സ്ത്രീഭിശ്ച ഹരിണാക്ഷിഭി കിമിദം കസ്യ വാ സ്ഥാനം കഥം തദിദം ഇത്യഭൂത്. അങ്ങനെ നല്ല നല്ല ആ പൂന്തോട്ടത്തില് പുറത്തും ഒക്കെ ഇങ്ങനെ നിറച്ച ആളുകള്, അതും പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച ആളുകൾ ഇങ്ങനെ നടക്കണം. സകല ആഭരണങ്ങളും ധരിച്ചിട്ടുള്ള മനോഹരികളായ സ്ത്രീകൾ ഇങ്ങനെ നടക്കണം. ഇതൊക്കെ എന്തൊരു അത്ഭുതം! അത് ഇങ്ങനെ ഒരു കൊട്ടാരം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു ഭവനം. ഇതെന്താ ഇത് എവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നത്? അത്ഭുതമായി. ആ തേജസ്, ഒരു വല്ലാത്തൊരു തേജസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രഭാപുരം, അതിന്റെ ഉള്ളിലാണ് ഈ വലിയ വലിയ പല നിലകളിലുള്ള കൊട്ടാരം കാണുന്നത്. അപ്പൊ ഈ മണിമാളികളൊക്കെ ആരുടെയാണാവോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്.
അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ എന്താ, ഇത് തന്റെ വീടിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കൊട്ടാരം, ഈ മണിമാളിക. അപ്പൊ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള ആ ഗൃഹം ഇങ്ങനെയായത് എങ്ങനെ? എന്റെ ആ കുഞ്ഞു വീട്, എന്റെ ചെറിയ ഭവനം എങ്ങനെ കൊട്ടാരായി മണിമാളികയായിട്ട് മാറിയത് എന്നിങ്ങനെ വിചാരിച്ച് അത്ഭുതപ്പെട്ട് അന്തം വിട്ട് നിൽക്കുക കുചേലൻ. ഏവം മീമാംസമാനം തം നരാനാര്യോമരപ്രഭാ പ്രത്യഗൃഹൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ. ഇങ്ങനെ ചിന്തിച്ച് പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ആ മഹാത്മാവായ കുചേല ബ്രാഹ്മണനെ ദേവന്മാരെ പോലെ മഹാ തേജസ്വികളായ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് താലങ്ങളൊക്കെ പിടിച്ചു വന്ന് സ്ത്രീകള് വാദ്യഘോഷങ്ങളോടുകൂടി എതിരേറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി സ്വീകരിക്കാൻ വന്നിരിക്കുക എല്ലാവരും കൂടി. പതിമാഗതമാകർണ്യ പത്നി ഉദ്ധർഷാദിസംഭ്രമ നിശ്ചക്രാമഗൃഹാൽ തൂർണം രൂപിണി ശ്രീരിവാലയാൽ. അപ്പോഴേക്കും പറഞ്ഞു, ഇതാ വരുന്നുണ്ട്, സുധാമാവ് മടങ്ങി വന്നു എന്ന് കേട്ടപ്പോ അറിഞ്ഞു. അതിസന്തോഷം നിമിത്തം പരിഭ്രമത്തോടു കൂടി ആ കുചേലപത്നി മഹാലക്ഷ്മി ഇങ്ങനെ ലക്ഷ്മിയുടെ ഭവനത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണോ എന്ന് തോന്നത്തക്ക വിധം രൂപലാവണ്യത്തോടും ആഭരണങ്ങളോടും കൂടിയിട്ട് ആ ഗൃഹത്തിന്റെ ഉള്ളിൽ നിന്ന്, ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്നു. അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കുചേലൻ. ബ്രാഹ്മണൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ കണ്ടപ്പോ പത്നി പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്രുലോചന മീലിതാച്യുതമൽ ബുദ്ധ്യാ മനസാ പരിഷസ്വജേ. ആ ഭർത്താവില് പരമഭക്തിയോടുകൂടി ആ ബ്രാഹ്മണി ആ പതിയെ കണ്ട സന്തോഷാധിക്യത്താൽ ബാഷ്പജലം പുറപ്പെട്ട കണ്ണുകൾ അടച്ച്, ജലബിന്ദുക്കൾ താഴ്ത്തു വീഴാതെ, എങ്ങനെയാ അതിങ്ങനെ അറിയരുതെന്നുണ്ട്, കണ്ണുനിടത്തുള്ളിൽ വരണത്, അതിങ്ങനെ കണ്ണടച്ചു. എന്നിട്ട് ഭാവനയില് ഒരു നമസ്കാരം മനസ്സുകൊണ്ട് പതിയെ ആലിംഗനം ചെയ്തു. അവിടെ ചെല്ലുമ്പോ ഭഗവാൻ അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തിട്ടുണ്ടാവും തീർച്ച. കുചേലപത്നി വിചാരിക്കണം ആ മാറിലെ ഭഗവാന്റെ ആ സ്പർശം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പില്, ബഹുജനങ്ങളുടെ മുമ്പില് സാഷ്ടാംഗ നമസ്കാരം ചെയ്യാം, പക്ഷെ ആലിംഗനം ഒന്നും ചെയ്യാൻ കുലസ്ത്രീകൾക്ക് അത് ഉചിതമല്ലല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു എന്ന് പറയുന്നു. പത്നീം വീക്ഷ്യ വിസ്ഫുരന്തിം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കകണ്ഠീനാം മധ്യേ ഭാന്തിം സ വിസ്മിത. സർവാഭരണഭൂഷിതകളായ ദാസികളുടെ നടുവില് വിമാനമധ്യത്തിൽ വിളങ്ങുന്ന ദേവസ്ത്രീ എന്ന പോലെ ഏറ്റവും പ്രകാശിക്കുന്ന തന്റെ ഭാര്യയെ കണ്ടപ്പോൾ ബ്രാഹ്മണൻ ആശ്ചര്യഭരിതനായിട്ട് ഭവിച്ചു. ഇതെന്തൊരു ആശ്ചര്യം! പ്രീത സ്വയം തയായുക്ത പ്രവിഷ്ടോ നിജമന്ദിരം മണിസ്തംഭശതോപേതം മഹേന്ദ്രഭവനം യഥാ. ഇങ്ങനെ ആശ്ചര്യമോ സന്തോഷമോ എന്തൊക്കെയാണെന്നറിയാതെ ഇങ്ങനെ ആ ബ്രാഹ്മണൻ ഭാര്യാസഹിതനായിട്ട് ഭാര്യയുടെ കൈ പിടിച്ച് അനേകം രത്നസ്തംഭങ്ങളോടുകൂടിയ തന്റെ ആ ഭവനത്തെ, ആ മണിമാലികയിലേക്ക്, ഇന്ദ്രഭവനത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുക അതുപോലെ പ്രവേശിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.